മോഷണ ശ്രമത്തിനിടയിൽ പിടികൂടപ്പെടാതിരിക്കാൻ നടത്തിയ കൊലപാതകത്തിന്റെ പേരിൽ വധശിക്ഷയ്ക്ക് വിധേയനായ വ്യക്തി ഇപ്പോഴിതാ അദ്ദേഹം കത്തോലിക്ക സഭയിലെ ദേവദാസ പദവിയിൽ എത്തിയിരിക്കുന്നു. ദേവദാസൻ ജാക്വസ് ഫെഷ്. വീട്ടിലും പുറത്തും പ്രശ്നക്കാരനായിരുന്നു ജാക്വസ്. കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. 24-ാം വയസ്സിൽ കാമുകി പിയററ്റിൽ അദ്ദേഹത്തിന് ഒരു കുഞ്ഞ് ജനിച്ചു. ഗർഭാവസ്ഥയിലായിരുന്നു വിവാഹം. വേറെയും പല സ്ത്രീകളും ആ ജീവിതത്തിലൂടെ കടന്നുപോയി. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ആഡംബര ജീവിതത്തിനും ഒരു ദ്വീപിൽ സുഖകരമായി ജീവിക്കുന്നതിനും വേണ്ടി ഒരു കപ്പൽ വാങ്ങാൻ തീരുമാനിച്ചത്. പക്ഷെ പിതാവ് അതിനുള്ള പണം നൽകാൻ തയ്യാറായില്ല. ഒടുവിൽ കപ്പൽ വാങ്ങുന്നതിന് വേണ്ടി ഒരു കവർച്ച നടത്തുവാൻ ജാക്വസ് തീരുമാനിച്ചു. പക്ഷെ ശ്രമം പാളി. അലാറം കേട്ട് മാനേജർ ജീൻ സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞു വന്നു. രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ ജീനിനെതിരെ വെടിയുതിർത്തു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ജീൻ കൊല്ലപ്പെട്ടു. ജാക്വസ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. പിറ്റേ ദിവസം ഫ്രാൻസ് ഉറക്കമുണർന്നത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത കേട്ടായിരുന്നു. ജാക്വസിന് വധശിക്ഷ വിധിച്ചു. പാരീസിലെ ഒരു ജയിലിലേക്ക് ജാക്വസിനെ കൊണ്ടുപോയി. അവിടെ അദ്ദേഹത്തിന് ഏകാന്ത തടവാണ് വിധിച്ചത്. അദ്ദേഹത്തെ ജയിൽ ചാപ്ലിൻ സന്ദർശിച്ചു. ആദ്യമൊന്നും വൈദികനോട് സംസാരിക്കാൻ പോലും ജാക്വസ് തയ്യാറായില്ല. പക്ഷെ അച്ഛൻ നിരാശനാകാതെ തന്റെ ശ്രമം തുടർന്നു. ചാപ്ലിനുമായി ജാക്വസ് അടുത്തു. അതോടൊപ്പം ജാക്വസിന്റെ ഭാര്യയുടെ സ്നേഹിതനായിരുന്ന ഒരു വൈദികനും ജാക്വസിന്റെ വക്കീലും അദ്ദേഹത്തിന്റെ മനപരിവർത്തനത്തിന് നിർണായകമായ സംഭാവനകൾ നൽകിയവരായിരുന്നു. ജാക്വസിന്റെ അഭിഭാഷകൻ ഒരു കത്തോലിക്ക വിശ്വാസിയായിരുന്നു. ദൈവത്തിന്റെ കരുണയുടെ ഉപകരണങ്ങളായിരുന്നു ഈ 3 പേരും. കത്തോലിക്ക വിശ്വാസത്തിലേക്ക് തിരികെ വരുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ജയിൽ മുറി ഒരു ആശ്രമ മുറി പോലെയാണ് അദ്ദേഹം കണക്കാക്കിയിരുന്നത്. അവിടെ വെച്ച് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെയും ലിസ്യുവിലെ വിശുദ്ധ തെരേസയെയും കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിച്ചു. വർഷങ്ങൾക്ക് ശേഷം കുമ്പസാരിക്കാനുള്ള തന്റെ ആഗ്രഹം അദ്ദേഹം വെളിപ്പെടുത്തി. പ്രാർത്ഥിക്കാൻ തുടങ്ങി. തന്റെ മകൾ വിശ്വാസ ജീവിതത്തിൽ വരണമെന്നായിരുന്നു ആഗ്രഹം. കത്തോലിക്ക വിശ്വാസമനുസരിച്ച് ജയിലിൽ വെച്ച് വീണ്ടും വിവാഹിതരാകുവാനുള്ള ആഗ്രഹവും ജാക്വസ് പ്രകടിപ്പിച്ചിരുന്നു. ഈ സമയത്ത് അദ്ദേഹം പലതും എഴുതി തുടങ്ങി. അഹങ്കാരമാണ് ദൈവത്തെ നമ്മിൽ നിന്ന് അകറ്റുന്ന ഏറ്റവും വലിയ തിന്മ. ഒരിടത്ത് അദ്ദേഹം എഴുതിയത് അങ്ങനെയാണ്. മറ്റൊരിടത്ത് അദ്ദേഹം ഇങ്ങനെ എഴുതി: തുടർച്ചയായി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മരിക്കാൻ ഞാൻ ഭയപ്പെടുന്നില്ല, എന്നാൽ ക്രിസ്ത്യാനിയായിട്ടല്ലാതെ മരിക്കുന്നതിൽ ഞാൻ ഭയപ്പെടുന്നു. എന്നിരുന്നാലും ജീവിതം ഒരു വലിയ അനുഗ്രഹമാണ്. ആഴത്തിലുള്ള പ്രാർത്ഥനാ ജീവിതവും ആത്മീയ ജീവിതവുമാണ് അദ്ദേഹം നയിച്ചിരുന്നതെന്ന് പിൻകാലത്ത് കണ്ടെടുക്കപ്പെടുകയും പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്ത ഈ ഡയറി കുറിപ്പുകൾ വ്യക്തമാക്കുന്നു. തന്റെ മരണം പിതാവിന്റെ മാനസാന്തരത്തിന് വേണ്ടിയും താൻ കൊലപ്പെടുത്തിയ ആളുടെ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടിയുമാണ് അദ്ദേഹം സമർപ്പിച്ചത്. 5 മണിക്കൂറിനുള്ളിൽ ഞാൻ യേശുവിനെ കാണുമെന്നായിരുന്നു ജാക്വസ് അവസാനമായി പറഞ്ഞ വാക്കുകൾ. പാപത്തിൽ ജീവിച്ച് വിശുദ്ധിയിൽ മരിച്ച ഒരു മനുഷ്യന് മാത്രം പറയാൻ കഴിയുന്നതായിരുന്നു ആ വാക്കുകൾ.